ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മുടെ വയനാടൻ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ നമ്മൾ സ്റ്റേ ചെയ്തത് ഒരു റിസോർട്ടിലാണ്. സീ ഗോട്ട് റിസോർട്ട് എന്നാണ് പേര്. അടിപൊളി റിസോർട്ടാണ്. അപ്പോൾ നമ്മൾ ഈ വഴി ഇങ്ങനെ പോയിട്ട് അവിടെ കാണുന്ന ഒരു വില്ലയിലാണ്, സൈഡിൽ കാണുന്ന വില്ലയാണ് നമ്മുടെ. അവിടെ നമ്മൾ 4 o'clock ആയപ്പോൾ നമ്മളവിടെ ചെക്ക് ഇൻ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ബാഗൊക്കെ വെച്ച് നമ്മൾ ഒരു 5 o'clock ആ സമയമൊക്കെ ആയപ്പോഴേക്കും നമ്മളവിടെ സ്വിമ്മിംഗ് പൂൾ വന്നു കേട്ടോ. നമ്മൾ ഈവനിങ് ഫുൾ അവിടെയാണ് സ്പെൻഡ് ചെയ്തത്. അടിപൊളിയായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരു 8 o'clock വരെ നമ്മളവിടെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് ബാണാസുര ഡാമാണ്. അപ്പോൾ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ നിന്നുകൊണ്ട് തന്നെ അങ്ങോട്ട് നോക്കി നിന്നാൽ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഇതാണ് കേട്ടോ ഈ റിസോർട്ടിൻ്റെ ഒരു നൈറ്റ് ആംബിയൻസ്. നല്ല അടിപൊളി ലുക്കായിരുന്നു. സീ ഗോട്ട് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. ഞങ്ങളപ്പം സ്വിമ്മിംഗ് പൂളിൽ കഴിഞ്ഞ് ഫ്രഷായി ഞങ്ങളൊരു ഈവനിങ് വാക്കിന് വന്നു. പിന്നെ ഡിന്നറും ഉണ്ടായിരുന്നു. അത് ബുഫേ സിസ്റ്റം ആയിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ഒത്തിരി നടന്നു കേട്ടോ. അവിടെ ഒത്തിരി നടക്കാനും പിന്നെ റിലാക്സ് ചെയ്യാനും ഇരുന്ന് റെസ്റ്റ് ചെയ്യാനും ഒത്തിരി കാണാനും വ്യൂ പോയിൻറ്റും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഒത്തിരി നമ്മളവിടെ ഇരുന്ന് ഗെയിംസ് ഉണ്ട്, പല ടൈപ്പ് ഗെയിംസും ഉണ്ട്. നമ്മളതൊക്കെ നന്നായി ട്രൈ ചെയ്തു. ക്യാരംസ് ഉണ്ട്, ചെസ്, അങ്ങനെ ഒത്തിരി ഗെയിംസൊക്കെ ഉണ്ട്. വേറെ കുട്ടികളുടെ ഗെയിംസൊക്കെ ഉണ്ട്. അതൊക്കെ എൻജോയ് ചെയ്തു കേട്ടോ. പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്വിങ്ങും സിപ്പ് ലൈനും ട്രൈ ചെയ്തു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ സ്വിങ് ചെയ്യുന്നത് തന്നെ ബാണാസുര ഡാം ഫേസ് ചെയ്തിട്ടാണ്. നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. പ്രത്യേക ഒരു ഫീലാണ്. അത് നമ്മൾ ട്രൈ ചെയ്താൽ തന്നെ അറിയുള്ളൂ. എൻ്റെ മോൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവൾക്ക് ഒരു പേടിയുമില്ല. എനിക്ക് നന്നായി ഹൈറ്റിൽ പോയപ്പോൾ ഇത്രയൊക്കെ പേടിയായി. അവൾ ഇനിയും ആടണം പിന്നെയും വേണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നിരുന്നത്.
ഈ വരുന്ന ഞാനായിരുന്നു. ഞാൻ ലാസ്റ്റ് ട്രൈ ചെയ്ത. ഫസ്റ്റ് മോള് പോയി, പിന്നെ ബ്രദറും വൈഫും ചെയ്തു, അവസാനം ഞാൻ ചെയ്തു കേട്ടോ. അപ്പം മോള് പോയപ്പോൾ എനിക്കായിരുന്നു ടെൻഷൻ. അവൾക്കാണെങ്കിൽ ഒരു പേടി ഉണ്ടായിരുന്നില്ല. അവളുടെയും പോകണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ കേട്ടില്ല. അവൾക്ക് ഒരു പേടിയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ 4 പേരും ട്രൈ ചെയ്തു. പപ്പയും മമ്മിയും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. നല്ല അടിപൊളി ഫീലായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ 11 മണിയായപ്പം റിസോർട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ബിസി ലൈഫിൽ ഇതുപോലെ 1-2 ദിവസം ഇതുപോലെ ഏതെങ്കിലും റിസോർട്ടിൽ ഒന്ന് സ്റ്റേ ചെയ്യുന്നതൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. നമ്മുടെ മൈൻഡ് റിലാക്സ് ആവാനും ഹാപ്പി ആയിട്ടിരിക്കാനും സ്ട്രെസ് ഫ്രീ ആവാനും നമ്മൾ റീചാർജ് ചെയ്യാനും ഒക്കെ നന്നായിട്ട് നമുക്ക് സഹായിക്കും. അപ്പോൾ ഞങ്ങൾ അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച്.